ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? എങ്ങനെയുണ്ട് പഠനമൊക്കെ? നന്നായിട്ട് പോകുന്നില്ലേ? നമ്മുടെ എല്ലാം ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ, അതായത് ഒരു PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആഗ്രഹം എന്ന് വെച്ചാൽ വേഗത്തിൽ നമുക്ക് ഈ സിലബസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. നമ്മളങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യും. അതായത് നമ്മൾ വിചാരിക്കും ഒരു ദിവസം ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 6-7 മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് പഠിക്കണം എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചാലും ചില ദിവസങ്ങൾ നമുക്കങ്ങനെ സാധിക്കാറേയില്ല അല്ലേ? ആ ഒരു ടൈം നമ്മൾ പ്ലാൻ ചെയ്താലും ചിലപ്പോൾ ഒരു 1-2 മണിക്കൂറൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. അത് ചിലപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ബോറടി വരും, അല്ലെങ്കിൽ എന്താ പറയുക, ശ്രദ്ധ പോകും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് സമയത്തും ഉണ്ടാകുന്നൊരു സാധനമാണ് ഈ ഫോണെന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ടൈം പോകുന്നത് നമ്മൾ അറിയേയില്ലല്ലോ. അപ്പോൾ അതുവഴി ഒരുപാട് ടൈം അങ്ങനെ പോകും. അല്ലെങ്കിൽ വായിച്ചു കൊടുക്കുന്ന സമയത്ത് ഉറക്കം വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് മിക്കവർക്കും സംഭവിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പല കാര്യങ്ങളും വന്നെന്ന് വരാം. അത് ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നെന്ന് വരാം, പക്ഷേ പഠിത്തം മാത്രം നടക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഒറ്റയിരുപ്പിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പഠിച്ചു തീർക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു മണിക്കൂറിനുള്ളിൽ എത്ര ടോപ്പിക്ക് നമ്മൾ തീർക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് ഒരു നോട്ടിൽ എഴുതി വെക്കുക. അതായത് വലിച്ചു വാരി എഴുതി വെക്കൊന്നും വേണ്ട, ഷോർട്ടാക്കിയിട്ട് തന്നെ എഴുതി വെക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ടാവില്ലേ, അത് എഴുതി വെക്കുക. അതിനുശേഷം ഇത്ര ടൈം കൊണ്ട് ഞാൻ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുന്നും എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ടൈമർ സെറ്റ് ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങുക. അതിനുശേഷം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആവുന്നുണ്ടെങ്കിൽ അത് പരമാവധി അത് പഠിച്ചിട്ട് പിന്നെയുള്ള കുറച്ച് സമയം എന്ന് പറയുന്നത് ഒന്നുകൂടി, അതായത് ആദ്യം മുതലേ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരിക്കൽ കൂടി വായിക്കാൻ നോക്കുക. പിന്നീട് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ അടുത്ത ടോപ്പിക്കും ഒരു മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഈ ഒരു എന്താ പറയുക, ഇങ്ങനെ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിലെ ടോപ്പിക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിലൂടെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് 3-4 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ എക്സാമിനോട് അടുത്ത ടൈമൊക്കെയാണ്, ഒരു ടോപ്പിക്കൊന്നും നിങ്ങൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ചാപ്റ്റർ എടുക്കുക, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നോക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം PYQ സെറ്റ് എടുത്ത് നോക്കുക. എന്നിട്ട് അതിൽ ഏതിനാണ്, അതായത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ഒരു ടോപ്പിക്കിന്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കാണോ ഉള്ളത് അതിനൊക്കെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിപ്പം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഒട്ടും സമയമില്ലെങ്കിൽ മാത്രം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഇന്ന ടോപ്പിക്ക് പഠിച്ചു തീർക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം ആ ഒരു കാര്യം, അതായത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വീട്ടിലെ മറ്റുള്ളവരോട്, അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ അല്ലെങ്കിൽ സഹോദരങ്ങളോടോ ചോദിക്കാൻ വേണ്ടി പറയാം. വീട്ടിലെ ആരോടെങ്കിലും പറയാം. അപ്പോൾ ചോദിക്കും എന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, 1 അവറിനുള്ളിൽ എടുക്കേണ്ടത് ചിലപ്പോൾ 30 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ പഠിച്ചു തീർക്കും. അങ്ങനെ പഠിച്ച ശേഷം നമ്മൾ ബുക്ക് അവരുടെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് അവരോട് ചോദിക്കാൻ പറയാം. അപ്പോൾ നിങ്ങൾ കാണാതെ പറയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും, ഒരു റിവിഷൻ ആവുകയും ചെയ്യും. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു ചെറിയ കടലാസിൽ എഴുതിയിട്ട് ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കുക. അതൊരു പിക്ചറിൻ്റെ രൂപത്തിലായാൽ അത്രയും നല്ലത്. അതായത് ഒരു വീടിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ട്രീയുടെ രൂപത്തിലോ കടലാസിൽ എഴുതിയിട്ട് അതങ്ങനെ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കുമല്ലോ ആ പിക്ചർ, അപ്പോൾ അതിലെ പോയിൻറ്റ്സ് ഏകദേശം മനസ്സിൽ നിന്ന് സെറ്റാവും. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ സ്പീഡിൽ നമുക്ക് ഒറ്റയിരുപ്പിൽ പഠിച്ചു തീർക്കാൻ വേണ്ടി കഴിയും കേട്ടോ. ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരുപാട് സബ്ജക്റ്റ് പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ 1 മണിക്കൂർ ഒരു ടോപ്പിക്ക് പഠിക്കുക, പിന്നെ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, വീണ്ടും 1 മണിക്കൂർ പഠിക്കുക, പിന്നെ റെസ്റ്റ് എടുക്കുക. ആ ഒരു രീതിയിൽ വേണം പോവാൻ. അപ്പോൾ ഒരു ദിവസം മുഴുവൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം കിട്ടുമല്ലോ. അങ്ങനെ കിട്ടുമ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒരു ദിവസം കൊണ്ട് 4-5 ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് കിട്ടുന്നതുകൊണ്ട് വലിയ ബോറടിയും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ 1 മണിക്കൂർ വെച്ചിട്ട് പഠിക്കുമ്പം ഇടയ്ക്ക് നമ്മുടെ ടൈം കളയുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒഴിവാക്കേണ്ടി വരും. പ്രധാനപ്പെട്ട വില്ലെന്ന് പറയുന്നത് നമ്മുടെ ഫോൺ തന്നെയാണ്. ഫോണിൽ നോക്കിയാൽ ടൈം പോകുന്നതേ നമുക്കറിയില്ല അല്ലേ. അപ്പോൾ പഠിക്കേണ്ട ആവശ്യത്തിന് മാത്രം ഫോൺ യൂസ് ചെയ്യുക, അല്ലാണ്ടിരിക്കുമ്പോൾ ഫോൺ മാറ്റി വയ്ക്കുക. പിന്നെ വെറുതെ ടൈം കളയുന്ന പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, TV കാണലായാലും വെറുതെ ഇരുന്ന് സംസാരിക്കലായാലും
അങ്ങനെ അല്ലെങ്കിൽ ട്രിപ്പ് പോലായാലും ഷോപ്പിങ്ങിന് പോലായാലും അതൊന്നും നമുക്ക് അത്രക്കും അത്യാവശ്യമില്ലെങ്കിൽ അതൊക്കെ ഒന്ന് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അതായത് നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു കാര്യം ചെയ്യരുത്. അതായത് നമുക്കിപ്പോൾ ഫോണിൽ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒരുപാട് PDF കിട്ടുമല്ലേ. ഇപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ അതൊക്കെ അങ്ങനെ തന്നെ പകർത്തി എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും അല്ലേ. അതിലും നല്ലത് ഷോർട്ട് നോട്ട് എഴുതി വെക്കുന്നതാണ് കേട്ടോ. അതായത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വലിയ നോട്ട്സൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞ് എക്സാമിനോട് എടുത്തിട്ട് ഈ നോട്ട് വായിച്ച് നോക്കുമ്പോൾ വളരെ വലിപ്പമുള്ളതായിട്ട് നമുക്ക് തോന്നും അല്ലേ. ചിലപ്പോൾ അത് വായിക്കാൻ തന്നെ നമുക്ക് മടിയായിരിക്കും. വായിക്കണം എന്നുമില്ല, അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ബ്ലാങ്ക് ആയി പോകും. അതായത് ചിലപ്പോൾ ടെൻഷനായിരിക്കും. അതായത് ഇതിൻ്റെ അകത്ത് ചോദ്യങ്ങൾ വന്നാൽ എനിക്ക് കിട്ടുമോ ഇല്ലയോ അങ്ങനെയുള്ള ടെൻഷനുകളും കയറി വരും. മൊത്തത്തിൽ പറഞ്ഞാൽ ഒന്നും അറിയാത്ത പോലുള്ളൊരു ഫീലായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ഉള്ള കോൺഫിഡൻസ് കൂടി നഷ്ടപ്പെടുകയ്യ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വലിയ മണ്ടത്തരാണ്. എത്ര ടൈമാണ് ഈ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് കളഞ്ഞത്. മാത്രമല്ല അത് മുഴുവൻ പഠിച്ചെടുക്കാൻ കഴിഞ്ഞോ, അതും കഴിഞ്ഞില്ല. അപ്പോൾ അതിന് പകരം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ പിന്നീട് അത് വായിക്കുമ്പോൾ വേഗത്തിൽ നമ്മുടെ മൈൻഡിലേക്ക് എത്തും കാര്യങ്ങളൊക്കെ. ഓക്കെ, പഠിച്ച കാര്യങ്ങളൊക്കെ വേഗത്തിൽ ഓർത്തെടുക്കാനും കഴിയും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.